നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ ഒസാസുന വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം റഫറിങ് വിവാദങ്ങൾ കൊണ്ട് വലിയ രൂപത്തിൽ ചർച്ചയാവുകയാണല്ലോ. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ പലവട്ടം റഫറി മൊണ്ടേറോ എടുത്തു. അതിലേറ്റവും വലുത് തീർച്ചയായിട്ടും ജൂഡ് ബെല്ലിംഗ്ഹാമിനെതിരെ കൊടുത്ത റെഡ് കാർഡാണ്. ഡിസെൻറ്റിന് റെഡ് കാർഡ് കൊടുത്തു എന്നാണ് വെപ്പ്. ബെല്ലിംഗ്ഹാം എന്താണ് പറഞ്ഞത്? ഈ കാര്യത്തിലൊക്കെ ഇപ്പോൾ തർക്കമുണ്ട്. ഇതിൽ റഫറിയുടെ റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്ന് നോക്കാം. ഒരു കളി കഴിഞ്ഞാലും റഫറി റിപ്പോർട്ട് കൊടുക്കുമല്ലോ. റഫറിയുടെ റിപ്പോർട്ടിൽ ഈ വിഷയത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ദി 40th മിനിറ്റ്, 40ാമത്തെ മിനിറ്റിൽ പ്ലെയർ ജൂഡിനെ സെൻഡ് ഓഫ് ചെയ്തു. എക്സ്പൾഷൻ എന്നുള്ള ഭാഗത്തുള്ള വിശദീകരണമാണ്. സെൻഡ് ഓഫ് ചെയ്തു. അതിൻ്റെ റീസൺ ഫോർ ദി ഫോളോയിങ് റീസൺ, അയാൾ എന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുറച്ച് ദൂരെ നിന്നുകൊണ്ട്, ബീയിങ് എ ഫ്യൂ മീറ്റേഴ്സ് അവേ നിന്നുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെറിവാക്ക് ഫക്ക് യു എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ റഫറി മൊണ്ടേറോയുടെ ആ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. കളിയുടെ സമയത്ത് തന്നെ റയൽ മാഡ്രിഡ് താരങ്ങൾ ഈ വിഷയത്തിൽ തർക്കിക്കുമ്പോൾ ലൂക്ക മോഡ്രിച്ചിനെ വിളിച്ചു മാറ്റി നിർത്തി കാര്യം പറയുന്നുണ്ട് റഫറി. അതിലും റഫറി പറഞ്ഞത്, ബെല്ലിംഗ്ഹാം എന്നോട് പറഞ്ഞു, ഹി സെഡ് ഫക്ക് യു ടു മീ എന്നാണ് ബെല്ലിംഗ്ഹാം പറഞ്ഞതായിട്ട് അവിടെ മോഡ്രിച്ചിനോട് വിശദീകരിക്കുന്നത്. മോഡ്രിച്ച് നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അങ്ങോട്ടേക്ക് മോഡ്രിച്ചും അവിടെ തർക്കിക്കുന്നുണ്ടായിരുന്നു. സംഗതി എന്തായാലും ഇതാണ് റഫറി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള വാക്കല്ല ബെല്ലിംഗ്ഹാം പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ വീഡിയോ എവിഡൻസ് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബെല്ലിംഗ്ഹാം ഈ എഫ് വേർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യു എന്നല്ല അദ്ദേഹം പറയുന്നത്. അത് റഫറിയുടെ നേരെയുള്ള ഒരു ഡിസെൻ്റ് അല്ല, മറ്റൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ അത് ഒഫെൻസീവ് അല്ല എന്തായാലും. അപ്പം ഫക്ക് ഓഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്. റഫറിയെ നേരിട്ട് ഇൻസൾട്ട് ചെയ്തതല്ല, അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഈ വിഷയത്തിൽ അപ്പീൽ ചെയ്യാൻ പോവുകയാണ്. അല്ലാത്ത പക്ഷം മാക്സിമം 4 കളികൾ വരെ, ഇപ്പോൾ റഫറി പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത് എന്നാണ് വരുന്നതെങ്കിൽ 4 കളികൾ വരെ മാക്സിമം ബെല്ലിംഗ്ഹാമിന് വിലക്ക് ലഭിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ അപ്പീലുമായിട്ട് അല്ലെങ്കിൽ ശക്തമായ പ്രതികരണങ്ങളുമായിട്ട് റയൽ മുന്നോട്ട് പോകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.